എടാ കണ്ണ, അത് വേറെന്തെങ്കിലും ചോദിക്കാനോ പറയാനായിരിക്കും, അല്ലാണ്ട് നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഈ പാതിരാത്രിക്ക് എന്തോന്ന് ചോദിക്കാനും പറയാനുള്ള നീ വേണ്ടത്ത പണിക്ക് കയറി. ഇപ്പൊ നീ ഓനോട് ചോദിച്ചു നാട് മൊത്തം നാറ്റ കേസാവും. മനസ്സിലേ? നിനക്കെന്താ ചോദിക്കാണ്ട് ഓനോട് ചോദിക്കാല്ല, നിന്റെ ഓളോട് പോയി ചോദിക്ക്. അതിന് ഇവന് ഭാഷ അറിയോ? എനിക്കറിയാം. നദികളിൽ സുന്ദരി യമുന, യമുന, കണ്ട കണ്ട ഇപ്പൊ ഒരു പാട്ട് പാടേണ്ട കാര്യം എന്താ? അതും ഇല്ലാത്തൊരു പാട്ട്. ആ പാട്ടുണ്ട്. ഇപ്പൊ എനിക്കൊന്നും പറയാനില്ല സുധാകര. കണ്ണാ, ഓന്റെ ഇളക്കും ആ പാട്ട് കേൾക്കുമ്പോ നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. ആദ്യം അവരെന്താ പറയുന്നതെന്ന് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? അതിനും വഴിയുണ്ട്. നീ അന്നേരം ഫോൺ വിളിച്ചാണ് ആകെ അബദ്ധായിനി. ഇപ്പൊ പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അറിയോ? ഹലോ, ഞാൻ പിന്നെ വിളിക്കാ. ആരാ? നിങ്ങ അറിയാണ്ട് പറ്റിപ്പോയതാണ്. എന്ത്? അല്ല, പ്രതിമ പൊട്ടിച്ചത്. ഏത് ചാത്തുന്റെ പ്രതിമ? അത് നീയാ പൊട്ടിച്ചേ? പറ്റിപ്പോയി, ഒരു കയ്യബദ്ധം പറ്റിയാണ്. നീ നടക്ക്. അല്ല ചെയ്യല, അറിയാണ്ട് പറ്റിപ്പോയതാണ്. സുധാകര ചോദിക്ക്. ഇതില് ഇങ്ങോട്ട് വരുന്ന കോൾ എങ്ങനെയാ റെക്കോർഡ് ചെയ്യാ? എങ്ങനെയാ കോള് റെക്കോർഡ് ചെയ്യാ? എങ്ങനെയാ? അത്രയല്ലോ, അതെളുപ്പല്ലേ. ഈ ഫോണില് റെക്കോർഡ് ചെയ്യുന്നതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. എന്നിട്ടാകുമ്പം റെക്കോർഡാവും. അപ്പൊ ഇത് നമ്മുടെ ഫോണിലേക്ക് കിട്ടാൻ എന്താ വഴി? അത് ബ്ലൂടൂത്ത് വഴിയോ കമ്പ്യൂട്ടറോ മെമ്മറി കാർഡിലൂടെ എടുക്കാൻ പറ്റുന്നല്ലോ. ചില ആൾക്കാരും ഈ ഫോണില് മറ്റേ ഇങ്ങനെ പാറ്റേൺ എല്ലാം ഇട്ടിട്ട് ഇതാക്കൂല, ലോക്ക് ചെയ്ത് വെക്കൂലേ? അതൊരു ചൊറയല്ല, അത് ഭയങ്കര എളുപ്പല്ലേ. ഈ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് പക വന്നാണ്ട നേരാടാ ആ പാറ്റേൺ കാണും. കാണുന്നുണ്ടോ? ഇത് എന്റെ പാറ്റേണല്ലേ. ഈ കാര്യം ചോദിക്കാനാ നിങ്ങൾക്ക് എന്നെ വിളിച്ചു വെച്ചാ പോരെ? അല്ലേ? പ്രതിമ പൊട്ടിക്കല്ലടാ. ಪ್ರೀತಿ ಮಾಡ್ತಾ ಇದ್ದೀನಿ ಅಂತ ಹೇಳಿದ್ದು ಅಷ್ಟು ದೊಡ್ಡ ಅಪರಾಧ. ನಿಮ್ಮ ಹೆಸರೇನು? ನಿന്റെ പേര്? ನಿಮ್ಮ ಹೆಸರೇನು? നിന്റെ പേരെന്താ? കണ്ടോ കണ്ടോ കണ്ടോ, എന്താ മലയാളത്തിലെല്ലാം നിർത്തിയാ? ചേട്ടീനെ മലയാളം പഠിപ്പിക്കുന്നതിലും നല്ലത് നമ്മ കന്നഡ പഠിക്കുന്നതാണ്. ഇതാകുമ്പോ വേഗം പഠിക്കാം. ഞാനും പഠിക്കാൻ നോക്കട്ടെ. എവിടെ വെച്ചോ എവിടെയോ വെച്ചിട്ട്. ಹಲೋ ಹಲೋ ಯಮುನ, ಏನಾಯ್ತು? ಒಂಥರ ನಗೆ.
കൂട്ട്. ഇത്ര മതി. ನನಗೆ ಎಲ್ಲ കുറച്ചുകൂടെ കൂട്ട്. ಪ್ರೀತಿ ಹೃದಯಕ್ಕೆ ತಾಕೀತಲ್ವಾ? പ്രേമ ഹൃദയ ഇഷ്ടം എന്റെ കണ്ണ. ഇനി ഒന്നും നോക്കാല്ല. അവര് മുടിഞ്ഞ പ്രേമത്തില. ആ ചോദിച്ചു മേടിച്ചു. സുധാര എന്താ ഏതാന്നൊന്നും എനിക്കറിയണ്ട. നീ ആ കേസിനെ അല്ല ആർസിനെ വിളിച്ച് ചോദിക്കണം. എടാ ആർസിനെ വിളിച്ചിട്ട് കാര്യമില്ല. ആളിപ്പോ കേസിന്റെ കാര്യം പറയാ. ഒന്ന് വിളിച്ച് ചോദിക്കണോ? വിളി വിളി വിളി. എന്തൊരു കഷ്ടത്. ആ സുധാര എന്തല്ല എന്തായി നമ്മുടെ കേസൊക്കെ? അപ്പൊ സഖാവേ ഇത് വേറൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാന്ന്. എന്താ സുധാര ചോദിച്ചോ? ആ പ്ലാരി ಏನಾಯ್ತು? ಒಂಥರ ನಗೆ. എന്താ സഖാവ് ഈ ഏനായിട്ട് ഒന്നിരുന്നാകെന്ന് വെച്ചാല് എന്താണൊരു ചിരി? ഞാൻ ചിരിച്ചിട്ടാ. അതല്ല സുധാര, എന്താണൊരു ചിരി എന്നാണ് അതിനർത്ഥം. ഇത് ചോദിക്കാനാ നീ വെളുപ്പിനെ വിളിച്ച? ആ ആയിട്ടാ. ಹಾ ನನಗೆ ಎಲ್ಲ ಅರ್ಥವಾಯಿತು. ಪ್ರೀತಿ ಹೃದಯಕ್ಕೆ ತಾಕೀತಲ್ವಾ? ഇതോ ഇത് എനക്കെല്ലാം മനസ്സിലായി. പ്രേമം ചങ്കി കൊണ്ടല്ലേന്ന്. ആർക്കാണാണ് ഇപ്പൊ ഇത്ര പ്രേമം? ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ മാതിരി? ಏನಿದ್ರು ನನಗೆ ನಂಬಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. ಇಷ್ಟು ಬೇಗ ನನ್ನ ಪ್ರೀತಿ ಸರಿಯಾಗುತ್ತೆ ಅಂತ. ഇതോ ആരാടത്? ഞാൻ തന്നെ. എന്നാലും എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്ര വേഗം എന്റെ പ്രേമം പോണിയോ? അല്ല അല്ല ഇത് യമുനയുടെ. ഹലോ ഹലോ സുധാര, ഇത് നമ്മുടെ യമുൻ. ഹലോ അടിച്ചാലെ പോയവക്കത്തേക്കാണല്ലോ പോണ്. ഈ തടിയും വെച്ചങ്ങനെ കരയല്ലേ കണ്ണ. കണ്ണ ഓളൊരു പാവ. അതെനിക്കറിയാലോ. ഓനൊരു ചെറ്റിയ. അതും എനിക്കറിയാം. എല്ലാം എനിക്കറിയാലോ. എന്തോ കൂടോത്രം കാണിച്ച് വശീകരിച്ചു വെച്ചിരിക്കുവോ. കണ്ണ നീ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല. ഓള് ഓനെ വെറുക്കണം. ഓനോളെ പറ്റിച്ചാ നോക്ക് മനസ്സിലാവണം. അതിനൊറ്റ ഭയമില്ലു. എന്താ വൈ? ബ്രോക്കർ തമ്പാനെ കണ്ടിട്ട് ഓനൊരു പെണ്ണിന് ശരിയായി കൊടുക്കുക. ഓന്റെ കല്യാണം നമ്മൾ നടത്തി കൊടുക്കണ്ട. അല്ലാതെ നിന്റെ ഓളോൻ കെട്ടണം. സുധാകരൻ പറഞ്ഞാല് കാര്യണ്ട് കണ്ണ. അത് നീ എത്ര ചെലവ് വന്നാലും ഞാൻ എടുത്തോളാം. നീ മിണ്ടല്ലേ കണ്ണ, മിണ്ടല്ലേ. പ്രായം കൂടുതൽ പറയുന്നുണ്ടിപ്പാ. ഓഹോ, അപ്പൊ ഇതോ? ഇത് കള്ള കളറാ. ഏതോ ആപ്പിലെടുത്ത ഫോട്ടോ ആണ്. ഇത് കൊള്ളാം. നല്ല തറവാട്ട് പറഞ്ഞ കുഞ്ഞാന്ന് നോക്ക്. ഹലോ യമുന, ഏനായിത്തു? എന്തൊന്നൊരു ചുറ്റിക്കളി ഉണ്ടല്ലോ. ബ്രോക്കർ, ഇറ്റ് ഈസ് ടു മച്ച്. എന്താ ഇപ്പം? എന്തിനും ഏതിനും പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എടപ്പേടാ ഇന്റെ പാർട്ടി. എടപ്പേടാ എന്നോട്. ഞാൻ പറയട്ടെ, നമുക്ക് എന്തെങ്കിലും ഭയ ഉണ്ടാക്കാം. നമ്മ എല്ലാരും നിന്റെ കൂടെ അല്ലേ? ഒന്ന് സമാനപ്പെട്. എന്റെ വാക്കും കേട്ടിട്ടാ സുധാര ഞാനവളെ കെട്ടിയ. എന്റെ വാക്കും കേട്ടിട്ട് ഇതിനെന്റെ തീരുമാനം ഇനി എന്നെ ഉണ്ടാക്കിയാ മതി. ഓൻ തലട്ടറാ. ഞങ്ങളൊക്കെ നിന്റെ കൂടെ നിൽക്കല്ലേ? നീ പോടാ. നല്ല രസമുണ്ടല്ലേ എന്നിങ്ങനെ പൊട്ടനെ പോലെ കാണാൻ. ഇനി എന്താക്കണമെന്ന് എനിക്കറിയാം. ഇന്നാ ഓനെ തലടിച്ച് പൊട്ടിക്കട്ടോ. ഇത് പിടിക്ക്. ഇത് കുടിക്ക്. പിന്നെ ഒഴിച്ചു കൊടുക്കുന്നു. ഇതാ. എടാ നമ്മല്ലേ നമ്മളെ ചാവണ്ടി നിനക്ക് കൊല്ലാൻ പറ്റണമെങ്കിൽ കേട്ടാ ഛർദിച്ചോ. ഇനി ഒഴിച്ചു കൊടുക്കും. കണ്ണ പറയുന്നത് കേൾക്കാനാ. സംശയം മതി. നാടിരിക്കും. ഈ ചെരുപ്പല്ലട്ടെ ഇട്. ആടിരിക്കും. സുധാര, നീങ്ങ വന്നേ. എന്നാ അതിന്റെ പ്രശ്നം? ഇത് കണ്ട സഖാവ നിങ്ങ ആ ചെക്കനെ കൊണ്ട് ഞാൻ അങ്ങനെ വീട്ടിൽ പോണ്ടേ? നിങ്ങൾക്കും ഈ ചൊരേ പങ്കുണ്ട്. നമ്മ കൊണ്ടാവുന്നതല്ല നമ്മ ചെയ്ത്. ഇല്ലാത്ത പൈസയും കൊടുത്ത് ഒരു ബ്രോക്കർ ഇറക്കി. അത് നടന്ന അതുണ്ടായില്ല. ഓന്റെ പോലെ പാർട്ടി ഉണ്ട്. നമ്മളപ്പോ ആരാ ഉള്ളത്? ആരുമില്ല. ആ വെറ്റുകാരനെ കൊണ്ട് ചൊറയന്നല്ലേ? ഞാൻ അന്നേ പറഞ്ഞല്ലേ സഖാവെ ഓൻ ടെൻഡറെ പൊട്ടിക്കാന്ന്. പൊട്ടിച്ചിട്ട് നാളെ ഓനും തോടി കയറ്റി നാട്ടുകാർ നടക്കുന്ന കാണാനാ.
നിങ്ങൾക്ക് ഇപ്പോഴും കാര്യങ്ങൾ മനസ്സിലായില്ലേ സഖാവേ? ഒന്നിക്കിൽ ഇവനവനെ കൊല്ലും, അല്ല ഇവന്റെ ഓളെ കൊണ്ടുപോകാൻ പോവും. നിങ്ങൾ പറ, ഓനില്ലേതാ ചെയ്യേണ്ടത്? നീ പോടാണ്. സുധാകര, തച്ചിട്ടും നുള്ളിറ്റും പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. തീർക്കുമ്പോ ആ അടിയെ അങ്ങ് തീർക്കണം.